ആദ്യം ഞാൻ ഇതെന്തോ വലിയൊരു രോഗമാണെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ചുമ്മാ അങ്ങ് സന്തോഷമാണ്. ഇവിടെ അമ്പാടിയൊക്കില്ലേ, അവനെന്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം എന്തോരം തല്ലുകൊള്ളുന്നുണ്ടോ, എന്നിട്ട് അവനിപ്പൊ കുരുകുരുപ്പാ. ഞാൻ അവനെ തല്ലിയില്ലെങ്കിലൊക്കെ അവൻ ചുമ്മാ ഒന്ന് തോണ്ടി 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 തല്ല് മേടിച്ചോണ്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മേടിച്ചു തരുക, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് അറിയോ, അല്ലെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റായി പോവും. അതിന് മാത്രം വളർന്നു. അതിനൊരു മിനിമം ആരോഗ്യം വേണ്ടേ നമ്മൾ ജിമ്മിൽ പോകാൻ, അതെനിക്കില്ല. എന്തിനാണ് ആവശ്യമില്ലാതെ പെൺകുട്ടികളോട് സംസാരിക്കാൻ പോകുന്നത്? ഓ വൈ യു സോ ബ്യൂട്ടിഫുൾ, സിംഗിൾ ഓർ കമ്മിറ്റഡ്, ബോയ് ഫ്രണ്ട് ഉണ്ടോ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ പറയത്തില്ല. ഹായ് ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. എന്റെ ഈ കോലം കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇവിടുന്ന് പോവാണെന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കുറെ നാൾക്ക് ശേഷം ഒരു Q&A ചെയ്യാൻ പോവാണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ Q&A ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് നാളായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു Q&A ചെയ്യാന്ന്. ഞാൻ എന്തിന്റെയൊക്കെയോ തിരക്കായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന, എനിക്ക് ഇഷ്ടമായി Q&A പരിപാടി. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ അടുത്ത് എല്ലാരും പറയാറുണ്ട് കമന്റ്സിലൊക്കെ, എല്ലാവരുമായിട്ട് ഇന്നൊരു Q&A ഒക്കെ ചെയ്തു. പക്ഷെ ഇന്ന് എല്ലാവരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുറെ പാവക്കുഞ്ഞുങ്ങളെ ആയിട്ട് നമ്മൾ ഇന്ന് കുടുംബത്തോടെ Q&A ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് തപ്പേണ്ടി വരും. ആദ്യമൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ കുറച്ച് ക്വസ്റ്റ്യൻ വരുമല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണും. എന്നാലും നമുക്ക് തപ്പി എടുക്കാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കുക, സ്റ്റോറി എടുക്കുന്നു, ആസ്ക് മീ, കിട്ടി. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തൻ കാണും. ഇവൻ എൻ്റെ കൂടെ പഠിക്കുന്നതാണ്, ജയേഷ്. അപ്പൊ എന്നെ കുറിച്ച് അങ്ങോട്ട് പൊക്കി പറയാൻ സൗകര്യമില്ല എനിക്ക്. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്, ഞങ്ങൾ ഒരു ബാച്ചാണ്. വളരെ നല്ല കുട്ടിയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിനെ പറ്റി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നത്, അതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്താലാണ് ഇത്ര സന്തോഷമായിട്ടിരിക്കാൻ പറ്റാന്നുള്ളത് അതെനിക്ക് അറിയത്തില്ല. ആദ്യം ഞാൻ ഇതെന്തോ വലിയൊരു രോഗമാണെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ചുമ്മാ അങ്ങ് സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ല, ഞാനത് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എനിക്ക് സന്തോഷം മാത്രമല്ല, എല്ലാ ഇമോഷനും പെട്ടെന്ന് വരുവേ. പെട്ടെന്ന് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ സന്തോഷം പെട്ടെന്ന് വരത്തില്ലേ, അതുപോലെ തന്നെ എനിക്ക് സങ്കടവും വരും. എന്നെങ്കിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ വല്ലതും പറയുകയൊക്കെ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ദേഷ്യം അങ്ങനെയാ. ഇവിടെ അമ്പാടിയൊക്കില്ലേ, അവനെന്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം എന്തോരം തല്ലുകൊള്ളുന്നുണ്ടോ, എന്നിട്ട് അവനിപ്പൊ കുരുകുരുപ്പാ. ഞാൻ അവനെ തല്ലിയില്ലെങ്കിലൊക്കെ അവൻ ചുമ്മാ ഒന്ന് തോണ്ടി 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 തല്ല് മേടിച്ചോണ്ടോ. അപ്പൊ ഇനി പെട്ടെന്ന് ദേഷ്യം വരും. എല്ലാ ഇമോഷനും എനിക്ക് പെട്ടെന്നാണ് വരുന്നത്, അല്ലാതെ സന്തോഷം മാത്രമല്ല അങ്ങനെ വരുന്നത്. പക്ഷെ സന്തോഷം വരുന്നത് എനിക്കിപ്പോ അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കങ്ങനെ വിഷമമൊക്കെ വന്നാൽ അങ്ങനെ ഒത്തിരി നേരം ഒന്നും നിൽക്കാറൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കുഞ്ഞു കാര്യം ചെയ്താൽ എനിക്ക് ആ വിഷമം അങ്ങ് പോകും. എന്നെ വലിയ വിഷമാണെങ്കിൽ എനിക്കതങ്ങ് മാറും. ഇപ്പൊ ആരെങ്കിലും വന്നതിനോട് ഭീകരം എന്തെങ്കിലും വഴക്കുണ്ടാക്കി അങ്ങനെയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മേടിച്ചു തരിക, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് അറിയോ, അല്ലെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റായി പോവും. എനിക്കങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന വിഷമമൊന്നുമില്ല. പക്ഷെ അല്ല, നമുക്ക് അങ്ങോട്ട് ഒരാളുടെ അടുത്ത് ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇഷ്ടക്കേടാ. പിന്നെ എനിക്ക് ആ ഇഷ്ടം തിരിച്ചു വരത്തേയില്ല. എനിക്കിപ്പോ എല്ലാവരും ഭയങ്കര ഇഷ്ടം എനിക്ക്. പക്ഷെ എനിക്ക് ആരെങ്കിലും ഒരാളെ എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ തോന്നാറേ ഇല്ല. പക്ഷെ വളരെ റെയർ ആയിട്ട് എനിക്ക് ചില ആൾക്കാരെ എനിക്ക് തോന്നും അവരത്ര നല്ലതല്ല, അങ്ങനെ തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഇഷ്ടം വരത്തില്ല. അത് പോയ വഴിക്ക് അങ്ങ് പോകും. അത് നല്ല സ്വഭാവമാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, എനിക്ക് അങ്ങനെയാ. പിന്നെ എനിക്ക് ഈ സന്തോഷം വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ വാങ്ങി ഇനി ഭയങ്കര സന്തോഷം വരും. വലിയ വിലയുടെ സാധനം ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കുറെ സാധനങ്ങള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വാങ്ങി തന്നതാവാം. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ വാങ്ങിയതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ എനിക്ക് ഇതുകൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട് എന്നുള്ള സാധനം. ഇത് നമുക്ക് കിട്ടിയാൽ നമ്മൾ ആരും വേണ്ടെന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ നമുക്കിത് അത്ര, ഇപ്പൊ നമ്മളൊരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ, അല്ലെങ്കിൽ ഒരു ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസം, അല്ലെ നമുക്ക് അത്ര നല്ല ഇല്ലാത്തൊരു ദിവസം, അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ വന്നിരിക്കുമ്പം ഇതുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. നമ്മള് ഭയങ്കര ഒരു സമാധാനം കിട്ടും നമുക്ക് ഇതുണ്ടെങ്കിൽ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് എന്ന് പറയുന്നത് അഗാരോ പ്രൈം ഫുഡ് മസാജർ ആണ്. ഒരു ലെഗ് മസാജർ പോലത്തെ ഒരു സംഭവം. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, കുറെ മോഡ്സ് ഒക്കെ മാറ്റാം, അങ്ങനെ സംഭവമുണ്ട്. പക്ഷെ ഒന്നും മാറ്റിയില്ലെങ്കിലും വെറുതെ ഇതേ കാല് വെച്ചോണ്ടിരുന്നാലും എനിക്ക് അത്രയേ സന്തോഷം. ഞാനിപ്പോ എന്നും എന്റെ സ്ഥിരം പരിപാടി, ഇത് ഓവർ മസാജ് ചെയ്ത വല്ല കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അത്രയും ചെയ്യുന്നുണ്ട് ഇതേ. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മിക്ക ദിവസം ഹീൽ ഒക്കെ ഇടത്തില്ലേ, ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഹീൽ ഇടണല്ലോ. എന്നുവെച്ചാൽ നമുക്ക് പൊക്കം തോന്നാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഹീൽ ഇടുന്നത്. ഇപ്പം ചില വലിയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് പോസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഹീൽസ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇതൊന്നും ഇത് കുറെ നേരം നിൽക്കുമല്ലേ, അപ്പം നടുവൊക്കെ വേനയാവും. അപ്പം നമ്മൾ ഈ കാല് ഇതേ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഈ ഫുഡ് മസാജർ അത്രയും
ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക്. അങ്ങനെ ഒരു സാധനമാണ് ഇത്. എല്ലാവർക്കും ഉപകാരപ്പെടും, ഉറപ്പാ. എന്നുവെച്ചാൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇത് കൊള്ളാലോ, ഇതൊന്ന് വാങ്ങി നോക്കിയാലോ എന്ന് തോന്നുന്ന ഒരു സാധനമാണ് ഇത്. ഇത് ഞാൻ അങ്ങനെ പറയണം എന്ന് വെച്ചിട്ട് പറയുമെന്നല്ല, ഞാൻ ഭയങ്കര സിൻസിയർ ആയിട്ട് ട്രൂ ആയിട്ട് പറയാണ്. ഈ വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. അത്ര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിക്കാലായതുകൊണ്ട്, അല്ലെങ്കിൽ അവനും കൊണ്ടുവച്ചത് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഇത് ഞാൻ കൂടുതലും പറയുന്ന, ഇപ്പൊ എനിക്കൊക്കെ വെറുതെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാലുവേദനയും അങ്ങനത്തെ പ്രശ്നമൊന്നുള്ള ആളല്ലല്ലോ. പക്ഷെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാലുവേദനയൊക്കെ കാണത്തില്ലേ, അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ട് ഇത് വാങ്ങി കഴിഞ്ഞിട്ട് എനിക്കിത് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു ഇത്. എന്നുവെച്ചാൽ ഇതിലിപ്പോ നമുക്ക് 6 മോഡ്സ് ഉണ്ട്. ഇതില് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതിൽ ഹീറ്റ് ഒക്കെ വരും. ഒരു ചെറിയ ലൂപ്പ് വോം ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ ഹീറ്റിംഗ് ഒരു 3 ഹീറ്റാണ് നമുക്ക് വരുന്നത്. ഈ വൈബ്രേഷൻ ഒരു 2 ലെവൽ ഉണ്ട്. അതുപോലെ ഇതിന്റെ സ്പീഡ് ഒരു 3 ടൈപ്പ് ഓഫ് സ്പീഡ്സ് നമുക്ക് അവൈലബിൾ ആ. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മൾ എവിടെയും കുത്തിയിട്ട് ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കണം. നല്ല സുഖം. അങ്ങനെ ഭയങ്കര പ്രഷറും അല്ല, എന്നാ പിന്നെ ഒരു ഇക്കിളിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഒരു മീഡിയം പ്രഷർ. അങ്ങനെ ഇതിൻ്റെ അകത്ത് ടൈമറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ ചെറിയ ഹീറ്റിംഗ് സാധനമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭയങ്കര വേദനയൊക്കെ ഉള്ളത് അതൊക്കെ ഭയങ്കരമായിട്ട് കുറയും. കാരണം ഈ കാലിന്റെ അടിയിൽ ഒരു ചെറിയ ചൂട് വരുന്നത് നമുക്ക്. അപ്പൊ ഒരു ചെറിയ ചൂട് വന്നിട്ട് നമുക്കിങ്ങനെ ഒരു എന്നാ പറയുന്നത്, പെട്ടെന്ന് ഉറക്കമൊക്കെ വരും. എനിക്കൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കുറച്ചു നേരം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നമുക്കിങ്ങനെ ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ട് നമ്മളിങ്ങനെ ഒന്നും ഓർക്കാതെ അങ്ങ് ഇരിക്കുമല്ലേ കുറെ നേരം ഇത് വെച്ചിട്ടേ. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പം ഇവിടെ ആരും നോക്കിയാലും അച്ഛ ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. അച്ഛക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്ട്സ് ആയിരുന്നു. അപ്പം അച്ഛ ഇത് എല്ലാവരോടും വാങ്ങാനായിട്ട് അച്ഛ ഇങ്ങനെ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് വാങ്ങി നോക്ക്, നല്ല രസം. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോയിലും ഒന്ന് പറയണല്ലോ എന്ന്, അങ്ങനെ വന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. അഗാരോട് പ്രൊഡക്റ്റ് ആയത്. എനിക്കൊന്നും ഇത് എല്ലായിടത്തും അവൈലബിൾ ആ വാങ്ങാനായിട്ടൊക്കെ. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഓൺ ഓഫ് ബട്ടൺ ആണ്. നമ്മൾ ഓൾറെഡി ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇതിന്റെ മോഡ്സ് ആണ്. ഇതിന്റെ 6 മോഡ്സ് ഉണ്ട് കേട്ടോ. 6 മോഡ്സ് ഉള്ളത്. ഞാനിപ്പോ M1 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മോഡിലായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് M2 ഉണ്ട്. അപ്പൊ കാലിനടിയിൽ നിന്ന് കുറച്ചുകൂടി ഒരു പ്രഷർ കൊടുത്തിട്ടൊരു ഇങ്ങനെ എന്തോ ഇട്ട് ഉരുട്ടുന്ന പോലെ നമുക്ക് പോകും. കുറച്ചേരം സ്റ്റോപ്പ് ചെയ്യും, ഇത് പിന്നെയും വരും. അങ്ങനെ അതൊക്കെ മസാജിങ്ങിന്റെ ഓരോരോ ടെക്നിക്സ്. പിന്നെ ഉള്ളത് M3, അങ്ങനെ ഒരു മോഡുണ്ട്. കുറച്ചുകൂടി സ്പീഡ് കൂടിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ്, എല്ലാം വ്യത്യാസമാണ്. ഭയങ്കര ഡിഫറെന്റ് മോഡ്സാ. കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ടെങ്കിലും എല്ലാം ഭയങ്കര വേറെയാണ് നമുക്ക് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താ നെഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ ഉള്ളത് ഷെഡ്സോ അങ്ങനെ ഒരു മോഡുണ്ട്. ഷെഡ്സു അങ്ങനെ ഒരു മോഡുണ്ട്. പിന്നെ ഉള്ളത് റോളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. പിന്നെ വീണ്ടും M1, 6 മോഡ്സ് ഉള്ളത്. ഇപ്പുറം കിടക്കുന്ന ടൈമർ, ഇതിന്റെ സെറ്റിംഗ്സ് എല്ലാം ഭയങ്കര ഈസിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗൈഡ് ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് പെട്ടെന്ന് ചുമ്മാ ഇതാ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സംഭവം. ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വരുന്ന ഇത് ഹീറ്റിംഗ് ആണ്. ഇത് ഒന്നാമത്തെ ഹീറ്റ്. 3 ഓപ്ഷൻ ഉണ്ട്, 3 ഹീറ്റിംഗിന്റെ മോഡ്സ് ഉണ്ട്. ഇത് ഒന്നാമത്തത്. അപ്പൊ ഒരു ചെറിയ ലൂക്ക് വാം ഹീറ്റ് കിട്ടും. ഇത് അപ്പൊ ഇച്ചിരി കൂടെ ഹീറ്റ് കിട്ടും. പെട്ടെന്ന് അങ്ങ് കാലി ചൂടാവുമല്ലോ ചെയ്യുന്നത്, സമയം എടുത്തേ അതാവത്തുള്ളേ. അപ്പൊ നമുക്കൊരു സുഖമുണ്ട്. ഇതാണ് ഏറ്റവും ഹൈയസ്റ്റ് ഹീറ്റിങ്ങിന്റെ സംഭവം. പിന്നെ വരുന്നത് വൈബ്രേറ്റിങ്ങിന്റെ ആണ്. അയ്യോ അതിനൊരു ചെറിയ ഇക്ലി ഉണ്ട് കേട്ടോ. അയ്യോ പക്ഷെ എന്ത് സുഖാന്നറിയോ. ഇത് രണ്ടാമത്തത്. അത്രേ ഉള്ളൂ. 2 മോഡാണ് വൈബ്രേറ്റിങ്ങിനുള്ള. ഇനി വരുന്നത് സ്പീഡ്. ഇത് ആദ്യത്തത്, ഇത് രണ്ടാമത്തത്, ഇത് 3. ഇതാണ് ഏറ്റവും കൂടിയ സ്പീഡ്. ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റിങ്സ് ഭയങ്കര ഈസിയാ. ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഭയങ്കര കിടിലായിരിക്കും, പക്ഷെ ഇതിന്റെ സെറ്റിങ്സ് പഠിക്കണം നമുക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇത് അങ്ങനെയില്ല. ഇത് പ്രൊഡക്റ്റ് വഴിയുള്ള നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് വെറുതെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഈസി ടു യൂസ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ഈസി ആയത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഭയങ്കര ഇപ്പം ഫുഡ് പെയിനോ അല്ലെങ്കിൽ കാഫ് പെയിൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കുറവ് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കുറഞ്ഞ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അക്യുപ്രഷർ പോയിന്റ്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ, നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നല്ല ഉറക്കം വരുമെന്ന്. നമ്മളങ്ങ് ഭയങ്കര ബോഡി അങ്ങ് റിലാക്സ്ഡ് ആവും. ഇപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രെസ് എടുത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാ. ഒരു കുഞ്ഞി കട്ടൻ ചായയൊക്കെ കുടിച്ച് എന്റെ മെയിൻ പരിപാടി ഇപ്പോ ഇതിങ്ങനെ വന്ന് ഇരിക്കുക.
ഓരോ മോഡ് മാറ്റി കളിക്കാതിട്ട് വേറെ ഇഷ്ടമുള്ളതിൽ ഇടാലോ. എന്നിട്ട് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള സമയം ഇപ്പൊ ഡെയിലി നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ കാലൊക്കെ നല്ല തിരുമ്പി തരുന്ന ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ? അപ്പൊ ഇത് യൂസ് ചെയ്താൽ ഭയങ്കര നല്ലത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയത്. എല്ലാ മസാജേഴ്സിനെയും പോലെ നമ്മുടെ ഈ അഗാരോടെ ഈ മസാജർ ഫുഡ് മസാജറിനും ഹീറ്റിങ്ങിന്റെ സെറ്റിംഗ്സ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 48 ഡിഗ്രിയാണ്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കഴിഞ്ഞും ഒരു പൊടിക്കൂടെ കൂടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഈ ഹീറ്റിംഗ് ഏറ്റവും കൂട്ടിയിട്ടാലും അങ്ങനെ പെട്ടെന്ന് ഒരു പൊള്ളുന്ന പോലത്തെ എഫക്റ്റ് ഒന്നും അല്ല നമുക്ക് വരുന്നത്. ചെറിയൊരു ഭയങ്കര വാം ഫീല്. ഇപ്പം നമ്മളിങ്ങനെ പനിയൊക്കെ പിടിച്ചെടുക്കുമ്പോൾ ആരെങ്കിലും കാലിനടി വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടത്തില്ലേ? അതുപോലത്തെ ഒരു ചൂടാണ് ഇതിന് വരുന്നത്. എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര കംഫർട്ടിങ് ആയിട്ടുള്ള ഒരു വാം ഫീലാ വരുന്നത്. പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട്. നമുക്ക് ഇത് വാങ്ങുമ്പം ഇപ്പൊ കൂടുതൽ ഹീറ്റ് വേണം, ഇപ്പം മസാജേഴ്സിനൊക്കെ ഹീറ്റ് ഉണ്ടല്ലോ, അപ്പൊ അത് കൂടുതൽ ഹീറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതിനങ്ങനെ അത്രയും ഹീറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ 48 ആണ് മാക്സിമം. അപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അങ്ങനെ ഇച്ചിരി കൂടെ ചൂട് അത്രേ ഉള്ളൂ. അതൊരു വാംനെസ്, ഒരു സുഖമുള്ളൂ അത്. അല്ല ഇപ്പൊ ഹീറ്റ് വെച്ച് മസാജ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അഡ്വൈസബിൾ അല്ല കേട്ടോ. പക്ഷെ അതർവൈസ് ഇത് പെർഫെക്റ്റ് ആണ്. ഇതിന്റെ ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ വരുന്ന ടൈമിങ്ങിന്റെ സെറ്റിംഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് ആണ്. നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. അതായത് 5 മിനിറ്റ്സ് വരെ കുറയ്ക്കാം, അതാണ് ഏറ്റവും മിനിമം. പിന്നെ 30 മിനിറ്റ്സ് വരെ നമുക്ക് കൂട്ടാം, അതാണ് ഏറ്റവും മാക്സിമം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം അതിന്. അത് ഇനി ഇരിക്കാൻ തോന്നും, പക്ഷെ നമ്മൾ ഇരിക്കരുത്. അപ്പൊ അതാണ് മാക്സിമം. 30 മിനിറ്റ് ആണ് മാക്സിമം കേട്ടോ. ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന് 360 ഡിഗ്രി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാർ ഉണ്ട്. ഇത് കണ്ടോ? ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റബിൾ ആക്കി വെക്കാം. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം ഇതിങ്ങനെ താഴോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിൽ ഇത് വെക്കാം. ഇനി ഇത് ഹൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് ടാഗ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയോ ചെയ്യാമേ. ഞാൻ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ശീലങ്ങളാണ്. ഒന്നാമത്തത് വെള്ളം കുടിക്കുക. കുറെ വെള്ളക്കുപ്പി വാങ്ങി കൂട്ടുക. അതാണ് ഇപ്പൊ എന്റെ മെയിൻ. സ്ട്രോ ഒക്കെ ഉള്ളതാണെങ്കിൽ സുഖം, സന്തോഷം, വലിയ ഇഷ്ടമാണ് ഇതൊക്കെ. ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും. ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ ഫോൺ എടുത്തില്ലെങ്കിലും എന്റെ വെള്ളക്കുപ്പി എന്റെ കൂടെ കാണും. അത് നിർബന്ധം എനിക്ക്. അതെന്താ അറിയാം, ഞാൻ എവിടെ ഇതുകൊണ്ടൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാരും എന്റെ അടുത്ത് ചോദിക്കും, എവിടുന്നാ വാങ്ങിയേ, ഇതിൻ്റെ അകത്ത് എന്താ വെള്ളം തന്നെയാണോ, അങ്ങനെയൊക്കെ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കും. പിന്നെ ഉള്ള രണ്ടാമത്തെ കുപ്പി കുറച്ച് വിറ്റാണ്, കുറച്ച് കോമഡി കുപ്പി. ഇതാണ് ഞാൻ വീട്ടിൽ വെള്ളം കുടിക്കുന്ന കുപ്പി. ഇത് ഓടുകയൊക്കെ ചെയ്യും. ഇത് ഞാൻ എവിടെയെങ്കിലും കണ്ടോ, എങ്ങനെയുടെ സീനല്ലേ? ഇത് ഞാൻ എവിടെയെങ്കിലും വെച്ച് ഓടിച്ചാണ് കേട്ടോ. അതൂട്ടിനൊക്കെ ഞാൻ ഇത് കാണിച്ച വഴക്കുണ്ടാക്കിക്കുന്നത്. അതൂട്ടിനെങ്കിൽ ഇത് ഭയങ്കര ഫാൻ ഇതിന്റെ. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്റെ ഒരു ബ്രദർ ഉണ്ട്, ജിത്തു. അവനെനിക്ക് മേടിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും ഇനി ആരും പറയാനൊന്നും ബാക്കിയില്ല. അവനാണ് എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ, എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറെ ആരും നമുക്ക് മേടിച്ചു തരുമല്ലോ ഇങ്ങനത്തെ സാധനമൊക്കെ. ഓടിക്കുന്നെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ വേണം എന്ന് പറഞ്ഞാൽ. പക്ഷെ അവനാണ് എനിക്കിതൊക്കെ വാങ്ങി തരുന്നത്. അപ്പൊ ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇങ്ങനെ തുറന്നിട്ട് നമുക്കിങ്ങനെ കുടിക്കാം. അതിനുള്ളതാണ് ഇത്. ഞാൻ വീട്ടിൽ വെള്ളം കുടിക്കുന്നത് ഈ കുപ്പിക്കകത്താണ്. പിന്നെ ഉള്ളത് കുറച്ച് ഞാൻ പുതിയ സ്റ്റാർട്ട് ചെയ്ത ശീലമാണ്. ഞങ്ങളൊരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ലല്ലേ, ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുന്നതൊക്കെ. പക്ഷെ എനിക്കും അറിയത്തില്ല കേട്ടോ ഇത് മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളത്. ഇത് ഭയങ്കര ഫേമസ് ഒരു ബുക്ക്, ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഞാൻ തുടങ്ങിയ ഒരു 1-2 പേജ് ആയതേ ഉള്ളൂ സത്യം പറഞ്ഞ. എന്നാലും നമ്മൾ അത്രയും വായിച്ചില്ലേ, അപ്പൊ അതൊരു നല്ല ശീലമാണ്. പിന്നെ ഉള്ളത് ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുഞ്ഞു സാധനമൊക്കെ വാങ്ങും. പിന്നെ ഞാൻ എന്റെ ചെറിയ നോട്ടില് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ, എനിക്ക് നല്ലതാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ എഴുതി വെക്കും. പിന്നെ ഞാൻ പൈസ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഞാനിപ്പോ കിട്ടുന്ന പൈസ ഒന്നും 10 രൂപ കിട്ടുന്നെങ്കിലും ഞാനത് അങ്ങനെ ഒത്തിരി ചെലവാക്കത്തില്ല. ഞാനത് സേവ് ചെയ്ത് സൂക്ഷിക്കും. എവിടെ വരെ പോകുന്ന എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇതെന്റെ എയർപോർട്ട്സാ. ഇതിനിങ്ങനെ വെറൈറ്റി ഓഫ് കുഞ്ഞു കേസ് വാങ്ങുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. ഇതെന്ത് രോഗമാണെന്ന് എനിക്കറിയണം, പക്ഷെ ഇതൊക്കെ എനിക്ക് സന്തോഷം കിട്ടും. പിന്നെ ഇതൊരു കുഞ്ഞു ക്യാമറയാ. ഇത് വെച്ച് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ പോയാലും എന്റെ ബാഗിന്റെ അകത്ത് ഈ സാധനം കാണും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമുക്കിങ്ങനെ കണ്ടോ ഇനി ഒരൊച്ച കേട്ടോ. ഇതിങ്ങനെ ഓൺ ആക്കാം. നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഗെയിം കളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എനിക്കിത് പുറത്തോണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു മെമ്മറി കാർഡ് ഇടണം, അത്രേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് നടന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനത്തെ കുഞ്ഞു പാവകളെ വാങ്ങുക എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ പക്ഷെ എനിക്ക് എല്ലാവരും വാങ്ങി തന്നാട്ടോ. സ്വന്തമായിട്ട് ഞാൻ പാവയൊന്നും വാങ്ങത്തില്ല.
എല്ലാവരും വാങ്ങിത്തരും പാവകളെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു റൂം ടൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹോം ടൂർ ചെയ്യാനായിട്ട് റൂം ടൂർ ചെയ്യാനായിട്ട് കുറെ പേരായി പറയുന്നു കേട്ടോ. പക്ഷെ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് പണിയൊക്കെ ഫുൾ കഴിഞ്ഞു. ആരും വിചാരിക്കരുത് ഇത് ഇത്രയും നാളായിട്ട് വർഷങ്ങളായിട്ട് പണി തീരാത്തൊരു വീടോന്ന്. അങ്ങനെയല്ല, ഏകദേശമൊക്കെ തീർന്നു. ഇനി കുറച്ച് ആക്സസറീസും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛയ്ക്കും എനിക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പണിത് അങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പൊ തോന്നുന്നു അത് വേണ്ട ഇങ്ങനെ ആക്കിയാലോ, അങ്ങനെ ഒരു സംഭവം. അത് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും അതെന്നുള്ളത്. പക്ഷെ നല്ലൊരു ഐഡിയ ആയിരിക്കും. പിന്നെ നമ്മൾ ആദ്യം ചെയ്തൊക്കെ മാറ്റി പിന്നെ സെറ്റ് ആക്കണം. ഇപ്പൊ തന്നെ എന്റെ റൂമിൽ ഇവിടെ ഈ സൈഡിൽ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ആ വാൾപേപ്പർ വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ തന്നെ അത് സെലക്ട് ചെയ്ത് ഞാൻ തന്നെ ഒട്ടിച്ച. പക്ഷെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞപ്പം എന്നാണ്ട് ഒരു ഭയങ്കര ഓവറാക്കി ചളാക്കിയ പോലെ ഒരു ഫീൽ എനിക്ക്. അപ്പൊ പിന്നെ ഞാൻ അത് മാറ്റണം. ഇനിയിപ്പൊ അത് പൊളിച്ച് പിന്നെയും വേറെ ഒരെണ്ണം ഒട്ടിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് സമയമാണ്. തൃപ്തിയായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സമയം വരും, നമ്മൾ ഉടനെ തന്നെ ഹോം ടൂർ അല്ലെങ്കിൽ റൂം ടൂർ ചെയ്യുന്നതായിരിക്കും. എന്റെ റൂമിലെ വാർഡ്രോബിന്റെ ഒക്കെ ഒരു സെഷൻ ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഏതൊക്കെയാ ഇപ്പം നമ്മുടെ ഹീൽസ് കളക്ഷൻ ഒക്കെ എല്ലാവരും ചോദിക്കുന്ന അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അബൌട്ട് യുവർ സ്റ്റഡീസ്. പഠിക്കുന്നത് ഞാനിപ്പോ ഡിഗ്രി പഠിക്കുകയാണ്. ഡിഗ്രിയുടെ എക്സാംസ് നടക്കുകയാണ്. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എന്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോ. പക്ഷെ ഈ പ്രാവശ്യത്തെ എക്സാമിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഇത് 4 ഇയർ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ എവിടെയെങ്ങാണ്ടൊക്കെയാ. എന്നാ സംഭവം എന്നൊന്നും ഒന്നും പിടികിട്ടുന്നില്ല. അതായത് ഇപ്പൊ 4 ഇയർ കോഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഡിഗ്രി ഇത്രയും നാള് പഠിച്ച പോലെ അല്ല. ഇത്രയും നാള് 3 വർഷമല്ലായിരുന്നോ? ഇപ്പൊ നമുക്ക് 4 വർഷമാക്കി. അതായത് PG ഇൻക്ലൂഡഡ്, അങ്ങനെ എന്തോ ആണ് സംഭവം. അതിനെപ്പറ്റി പോലും കൃത്യമായൊരു ധാരണ എനിക്കില്ല. ഇപ്രാവശ്യത്തെ പരീക്ഷയെ പറ്റി എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായം ഇല്ല. പിന്നെ ജിം വ്ലോഗോ, ഞാൻ ജിമ്മിൽ പോകുന്നില്ല. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ അതിന് മാത്രം വളർന്നു. അതിനൊരു മിനിമം ആരോഗ്യം വേണ്ടേ നമ്മൾ ജിമ്മിൽ പോകാൻ? അതെനിക്കില്ല. അതുകൊണ്ട് ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പോണം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറച്ച് തിന്ന് ശരീരത്തിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ജിമ്മിൽ പോവാം. ഓക്കെ. ഫേവറേറ്റ് ആക്ടർ ആൻഡ് ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ആക്ടർ ഞാൻ കുഞ്ഞിലെ തൊട്ട് എപ്പോൾ ആര് ചോദിച്ചാലും പറയും എനിക്ക് രാജവങ്ങളാണ് എന്റെ ഫേവറേറ്റ് ആക്ടർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട മൂവി. ഇനി അങ്ങനെ ഒരു സ്പെസിഫിക് മൂവി, അങ്ങനെ ഇന്ന മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ മൂവിയൊക്കെ ഇനി ഈ മൂവി കൂടുതൽ ഇഷ്ടം, അങ്ങനെ ഇല്ല. ഞാൻ മലയാളത്തിൽ വളരെ കുറച്ച് ഫിലിമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പൊ നമ്മുടെ റിലീസായിട്ടുള്ള നമ്മുടെ ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇല്ലേ, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാ. ആ മൂവി എനിക്ക് മറ്റേ മൂവീസിനൊക്കെ ഇനി ഇഷ്ടക്കൂടുതലാന്നല്ല കേട്ടോ, ആ മൂവി എനിക്ക് സ്പെഷ്യലാ. കാരണം ഞാനൊരു ഒത്തിരി നാൾ ഗ്യാപ്പിന് ശേഷം പിന്നെ ചെയ്യുന്ന ഒരു വലിയ ക്രൂവിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ. എന്താന്ന് എനിക്കല്ല, അതിലുള്ള ആൾക്കാരെല്ലാരും ശരിക്കും ഫാമിലി പോലെയായിരുന്നു. അതിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാരെയും. അപ്പം ഇത് റിലീസ് ആയപ്പോഴും എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. ഹൗ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ വിത്ത് എ ഗേൾ സിൻസ് ഐ ആം എൻ ഇൻട്രോവേർട്ട്. എന്തിനാണ് ആവശ്യമില്ലാതെ പെൺകുട്ടികളോട് സംസാരിക്കാൻ പോകുന്നത്? ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. ചുമ്മാ സംസാരിക്കരുത് കേട്ടോ, തല്ല് കിട്ടും. ഹൗ യു സക്സസ് ഇൻ യുവർ ലൈഫ്. എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ സക്സസ്. അതിനപ്പുറത്തേക്ക് ഒരു സക്സസ് ഇല്ല. ഇപ്പൊ നമ്മളതില് കുറെ പൈസയുണ്ട്, പക്ഷെ നമുക്ക് സന്തോഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളല്ല. അല്ലെങ്കിൽ നമുക്കിപ്പോ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കൊരു നല്ല ജോലിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സന്തോഷമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ അല്ലല്ലോ. അപ്പം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടിരിക്കുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ സക്സസ്ഫുൾ ആണ്. ഞാൻ ഭയങ്കര സന്തോഷമായിട്ടായിരിക്കുന്നത്. എനിക്ക് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഞാൻ. എന്തെങ്കിലും ട്രാവൽ വീഡിയോസ് ഇടാൻ പറഞ്ഞു. ട്രാവൽ വീഡിയോസ് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയില്ലേ, അപ്പൊ എങ്ങോട്ടെങ്കിലും ഒക്കെ നമുക്ക് പോകണം. ഇവിടെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഏജ് ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ 19 വയസ്സ്, 2005 ആണ് ഞാൻ. ഓ വൈ യു സോ ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ടു. അയ്യോ. പിന്നെ ഹീൽസ് കളക്ഷൻ കാണിക്കോ, ആംഗ്ലറ്റ്സ് കാണിക്കോ, ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോ ഇതിട്ടാലും വരും. അതെന്താന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ആംഗ്ലറ്റ്സ് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. പാസ്റ്റർ ഇടുന്ന എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ആകെ ഇടാൻ ഇഷ്ടമുള്ള ഓർണമെന്റ്സ് വളരെ കുറവാ. എനിക്ക് അങ്ങനെ കമ്മൽ പോലും ഇടാൻ ഇഷ്ടമല്ല. പക്ഷെ കുഞ്ഞു മാല, എനിക്ക് മാലയും ഇടാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. കുഞ്ഞു മാലയൊക്കെ അമ്മ എപ്പോഴും ഇത് ഇടിയിക്കും. അതെന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. അമ്മ എപ്പോ പുറത്തോട്ട് പോകണം തന്നെ അപ്പൊ ഇതുകൊണ്ട് ഇടിയിക്കും. പിന്നെ മോതിരം, കുഞ്ഞു മോതിരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ? എനിക്ക് കൂടുതൽ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് പോലെ എല്ലാവരുമായിട്ട്. എനിക്ക് അങ്ങനെ അല്ലാതെ ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒത്തിരി ഇല്ല. ഞാൻ പറയുന്ന അത്രയും ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ആട്ടോ. കൂടി പോയാൽ 5 പേര് കാണും.
ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ എക്സ്പീരിയൻസ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫേവറേറ്റ് റൂം ഇൻ യുവർ ഹൗസ്? എന്റെ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത്രയും പ്ലാനിങ്ങോട് കൂടി ഞാൻ ചെയ്ത വേറൊരു റൂമേ ഇല്ല. കാരണം എനിക്ക് കൃത്യമായിട്ട് ഇവിടെ ജനൽ വേണം, ഇവിടെ വലിയൊരു കണ്ണാടി വേണം, അവിടെ ഒരു കുഞ്ഞി കണ്ണാടി, എനിക്ക് മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടൊരു സ്ഥലം വേണം, പിന്നെ വാർഡ്രോബ് വലുത് വേണം. ഈ റൂമിന്റെ വാഷ്റൂം വരെ, അതായത് ആ ബാത്റൂം ഏരിയ വരെ ഞാൻ ഭയങ്കരമായിട്ട് നോക്കി ചെകഞ്ഞെടുത്ത് തപ്പിയെടുത്ത് ഉണ്ടാക്കിയതാ. അപ്പൊ ഈ റൂമാണ് എന്റെ ഫേവറേറ്റ്. മാർവൽ മൂവീസ് ഓർ ഡിസ്നി മാർവലും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ട്. സിംഗിൾ ഓർ കമ്മിറ്റഡ്? ബോയ് ഫ്രണ്ട് ഉണ്ടോ? അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ പറയത്തില്ല എന്തൊക്കെയാ അറിയണമെന്ന്. അയ്യോ ചുമ്മാ കേട്ടോ, ചുമ്മാ അറിഞ്ഞാണേ. ട്രഡീഷണൽ ഓർ മോഡേൺ ഡ്രസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോ സമയം ഓരോന്നാ. പക്ഷെ എനിക്ക് കൂടുതലും ഒരു ഭയങ്കര നാടൻ വൈബാണ് ഇഷ്ടം. അമ്മ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ചില സമയം എനിക്ക് ട്രഡീഷണൽ ആയിട്ട് നടക്കാൻ തോന്നുന്നു. എപ്പോഴും അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ നോക്കുമ്പം ചില സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ലൂസ് ആയിട്ടുള്ള ടോപ്പൊക്കെ ഇട്ട് ഒരു ബാഗി പാൻറ്റൊക്കെ ഇട്ട് അങ്ങനെ നടക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഉണ്ട്. അങ്ങനെ ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ട്രഡീഷണൽ ചൂസ് ചെയ്യുമായിരിക്കും എന്നാ തോന്നുന്നത്. നെക്സ്റ്റ് ഫിലിം അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഫിലിം അപ്ഡേറ്റ് ഇനി നമുക്കൊരു മൂവി റിലീസ് ആവാനുണ്ട്, പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളുടെ ഒരു മൂവി. വിഷു കൈനീട്ടം കിട്ടിയോ? വിഷു കൈനീട്ടം ഒത്തിരി കിട്ടി. ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വിഷുവിന് മുന്നേ ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അറിഞ്ഞത്. വിഷു ആവുന്നേ ഉള്ളൂ. അപ്പം വിഷു കൈനീട്ടം ഇനിയും വരാനുണ്ട്. അയ്യോ, ഞാൻ വിചാരിക്കും ഈ കുഞ്ഞായിരിക്കുമ്പം, കുഞ്ഞൊന്നും വെച്ചാ നമ്മളിപ്പോ ഒത്തിരി വലുതൊന്നല്ലോ, 19 വയസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രായമൊന്നുമല്ല. അപ്പം ഞാൻ ആകെ കൈനീട്ടം കൊടുക്കുന്നത് അമ്പാടി, അതൂട്ടൻ, നന്ദു, ഒരു 4-5 പേരുണ്ടായിരിക്കും ഞാൻ കൈനീട്ടം കൊടുക്കുന്ന ആൾക്കാര്. അത്രയും പേരെ ഞാൻ കൈനീട്ടം കൊടുക്കും. ബാക്കി എല്ലാരും എനിക്ക് ഇങ്ങോട്ട് തരത്തില്ലേ. അപ്പം ഇവിടുത്തെ ആന്റിമാര് വരും, അച്ഛമ്മ, അമ്മ, അച്ഛൻ, പിന്നെ എന്റെ പ്രായത്തിന് 1 മാസം മൂത്താണെങ്കിലും ഞാൻ കൈനീട്ടം വാങ്ങും. എന്നുവെച്ചാ 10 രൂപയാണെങ്കിലും എനിക്ക് തരണം. അതെനിക്ക് നിർബന്ധമാണ്. ഇവിടെ ആന്റിമാരൊക്കെ വന്നപ്പോഴത്തേക്കും ആന്റിമാരൊന്നും വിഷുവിന്റെ അന്ന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തറവാട്ടി വന്നിട്ട് ഞങ്ങൾ ഇവിടെ പിള്ളേരെല്ലാവർക്കും കൈനീട്ടമൊക്കെ തന്നിട്ട് പോയി. ഇനി തരാൻ കിടക്കല്ലേ ആൾക്കാര്. ഈ സമയം ഞാൻ റിച്ചാ, ആർക്കെന്താ വേണ്ട, എന്ത് വേണം മേടിച്ചു തരും. ആ സമയത്ത് ഞാൻ നല്ലൊരു ചേച്ചിയായിരിക്കും. അവന്മാരൊക്കെ എന്നെ പറഞ്ഞാലും വേണോ വാങ്ങി തരാമല്ലോ, ഒരു കുഴപ്പമില്ല, എനിക്കതിനൊന്നും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അത്രയും അങ്ങ് ചെലവാക്കരുത്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ കുറച്ച് സീരിയസ് ക്വസ്റ്റ്യനോ ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇതിൽ ഇട്ടോളോ, ഞാൻ എടുത്തു വെച്ചോളാം. എന്നിട്ട് ഞാൻ ഇനിയും ഒരു പാർട്ട് 2 വീഡിയോയായിട്ട് വരാം. ഇതൊരു പാർട്ട് 1 ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അത്ര തന്നെ. ബൈ ബൈ. വിഷു ഒക്കെ അടിച്ചു പൊളിക്കാം കേട്ടോ. ഹാപ്പി വിഷു. ബൈ.